ഇപ്പോൾ അവതാരികയും എഴുത്തുകാരിയുമായ അശ്വതി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി അശ്വതി, ഒരു പൊതുവേദിയിൽ സ്വീകരിക്കേണ്ട ഒരു മിനിമം മര്യാദ അത് രമേശ് നാരായണിൽ നിന്നുണ്ടായോ? അങ്ങനെ ചോദിച്ചാൽ ഇതിപ്പോ അതിന്റെ വിഷ്വൽസ് കണ്ട എക്സ്പീരിയൻസ് മാത്രമാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ അത് ഭയങ്കര ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ ഒരു ഹ്യൂമൻ ബീങ് അത് ആരും ആവട്ടെ, അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ ഒരു ഇൻസൾട്ട് അതാരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ അദ്ദേഹം അതിനെ തുടർന്നെന്തോ കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല, കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു ഹൈറാർക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു അംഗീകാരം ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ നോക്കി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് മേലെ നമ്മൾ കാണുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അംഗീകാരം ഏറ്റുവാങ്ങണം എന്ന് ഇപ്പൊ ഏത് ഹ്യൂമൻ ബീങ്ങിനാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമ്മളൊരു ഒരു എന്ത് പുരസ്കാരമാണെങ്കിലും അത് ഏറ്റുവാങ്ങുമ്പോൾ ആ സംഘാടകർ തീരുമാനിച്ച ഒരാൾ നമ്മൾക്ക് തരുമ്പോൾ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, ഈക്വലി ഉള്ള ഒരാളാണ്, ഒരു മനുഷ്യനാണ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ തീർച്ചയായിട്ടും കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ആവുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി വേണ്ടത്. അപ്പോൾ അത് അവിടെ ആ ഒരു എലമെന്റ് അവിടെ മിസ്സിംഗ് ആയതായിട്ട് ഫീൽ ചെയ്തു. ശരി അശ്വതി.